धन्यवाद देता हूँ। ദൈവം പിന്നെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. परमेश्वर को आशीष दे। आगे भी हम प्रार्थना करेंगे। ആമേൻ. ദൈവവചനം പറയുന്നത് परमेश्वर का वचन कहता है, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, तुम जो कष्ट अनुभव कर रहे हो प्रार्थना करें, സന്തോഷമുള്ളവർ പാട്ടുപാടട്ടെ. खुश जो हो उन लोग गीत गाए। ഞാൻ വിചാരിക്കുകയായിരുന്നു കർത്താവിന്റെ ദാസനും കുടുംബവും നല്ല സന്തോഷത്തായിരുന്നു, അതുകൊണ്ട് അവർ പാട്ടുപാടി, നമ്മളെല്ലാം ദുഃഖത്തിൽ ഇങ്ങനെ ഇരിക്കുക. मैं सोच रहा था कि परमेश्वर का दास और परिवार खुशी में तो उन्होंने गीत गाया और हम सब दुख में हैं। നമ്മുടെ ജീവിതത്തിൽ പാട്ട് പാടുക എന്നുള്ളത്, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്, അത് വെറും ഒരു സന്തോഷം ഉള്ളത് കൊണ്ട് മാത്രമല്ല, हमारे लिए परमेश्वर को आराधना करना जो है गीत गाना, वो सिर्फ खुशी देता है, खुशी है इसलिए नहीं। ദൈവഭക്തന്മാർ അവരുടെ അനുഭവത്തിൽ കൂടെ ദുഃഖവേളയിലും സന്തോഷവേളയിലും ദൈവം അവർക്ക് നൽകിയ ആ പാട്ടുകൾ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥയിലും പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. परमेश्वर के भक्तों ने जो वो गीत को है, हर एक गीत को उनका जिंदगी में हुआ अनुभव के अनुसार लिखा है। उसके वो गीत को गाने के समय हम हमारे जीवन में जो अनुभव होता है उसके अनुसार हम गाते हैं। ഇത് പകൽക്കാലം ആമേൻ പാടി ആരാധിച്ചത് ഇങ്ങനെയാണ്: നമുക്ക് ഏറ്റു പറയാം വിശ്വസ്തനായ, വിളി കേൾക്കുന്ന, മറുപടി നൽകുന്ന ഒരു ദൈവത്തെ. आज वो गीत ऐसे गाया था कि जो है हमें जवाब देने वाला, जो विश्वस्त है, उनको हम आराधना करें। നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി നൽകുന്ന, നമുക്ക് വിടുതൽ നൽകുന്ന ആ ദൈവത്തെ നമുക്ക് ഏറ്റു പറയാവുന്ന പാടിയെ. जो हमारे प्रार्थनाओं का उत्तर देने वाला जो परमेश्वर है, उस परमेश्वर को आराधना करना है करके लिखा है। അപ്പോ ആ ദൈവത്തെ നമ്മൾ ഏറ്റു പറഞ്ഞ് ആ ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ, अगर उस जो है परमेश्वर को हमारे बातें हम बताते हैं, ആമേൻ, നമുക്ക് മറുപടി നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. तो हमें जवाब दे के अनुग्रह करने वाला परमेश्वर है। കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം നമുക്കുണ്ട്. ये परमेश्वर का वायदा हम पर है। നിങ്ങൾ എന്റെ നാമത്തിൽ യാചിക്കുന്നതൊക്കെയും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് നൽകി തരാം. जो कुछ तुम मेरे नाम से मांगते हो, पिता जो है पुत्र पिता की महिमा के लिए दे करके। ആമേൻ. അപ്പോ പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് പിതാവ് നമുക്ക് നൽകി തരുന്നു. पुत्र को महिमा देने के लिए पिता हमें देते हैं। അതുകൊണ്ട് ദൈവത്തിന്റെ നാമത്തിൽ പിതാവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്, യേശുവിന്റെ നാമത്തിൽ നമ്മൾ അപേക്ഷിക്കുന്നതൊക്കെയും നൽകി തരാമെന്ന്. पिता बोलते हैं कि यीशु मसीह के नाम से जो कुछ भी मांगते हैं वो मिल जाता है। എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് തന്നെ അതിന് മറുപടി ലഭിക്കുമോ ലഭിക്കയില്ലയോ എന്നുള്ള സംശയത്തിലാണ്. तो कई बार हम प्रार्थना करते क्या है, उसका जवाब मिलेगा क्या नहीं मिलेगा करके उस डाउट से है। എന്നാൽ ദൈവവചനം പറയുന്നത് നമ്മൾ യാചിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും മറുപടി ഉണ്ടെന്ന്. लेकिन परमेश्वर का वचन कहता है हम प्रार्थना करने वाले, याचना करने वाले हर एक बातों का उत्तर है। അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിങ്കലേക്ക് വരുന്നു. इसलिए दावीद कहता है कि प्रार्थना सुनने वाले सभी जन तुम्हारे पास आते हैं। ആമേൻ. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. मतलब परमेश्वर हमारी प्रार्थना सुनने वाले परमेश्वर है। ഇന്ന് പകൽക്കാലവും നമുക്ക് ആ ദൈവ സന്നിധിയിലാണ് ഇരിക്കുന്നെന്നുള്ള ബോധത്തോടെ ഇരിക്കാം. आज सुबह भी हम उस शरणों में बैठे करके उस बोध से हम बैठे। നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് നിശ്ചയമായി മറുപടി നൽകുന്ന ദൈവം. हम प्रार्थना करने वाले विषयों के लिए जो निश्चय जवाब देने वाला परमेश्वर। അപ്പൊ ഇന്ന് പകൽക്കാലവും നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവം മറുപടി നൽകാൻ ദൈവം ശക്തനാണ്. तो आज सुबह भी हम प्रार्थना करने वाले विषय में परमेश्वर जवाब देने के लिए सामर्थ्यवान है। അത് ഏതെല്ലാം വിഷയങ്ങളാകട്ടെ, चाहे कोई भी विषय क्यों ना हो, അതിന് ദൈവം നമുക്ക് മറുപടി നൽകും. परमेश्वर उसके लिए हमें जवाब देंगे। കാരണം ദൈവവചനം ഇങ്ങനെ പറയുന്നു. वचन में ऐसा कहा गया है। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഒരു വാക്യം വായിക്കാം. हम एक वचन जो है अपना ध्यान देते हुए पढ़ते हैं। 32 സങ്കീർത്തനം അതിന്റെ 6 വാക്യം വായിക്കാം. भजन संगीता 32 उसका 6। 32 സങ്കീർത്തനം അതിന്റെ 6 വാക്യം. भजन संगीता 32 उसका 6। इस कारण हर एक भक्त तुझसे ऐसे समय में प्रार्थना करे जबकि तू मिल सकता है। निश्चय जब जल की बड़ी बाढ़ आए तो भी उस भक्त के पास ना पहुंचेगी। ഇവിടെ ദാവീദ് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിച്ചത്. यहाँ पे दावीद बोलने वाला एक बात हम पढ़ा है। ദാവീദിന്റെ ഒരു ധ്യാനമായി. दावीद का एक ध्यान है ये। ആമേൻ. ഇവിടെ പറയുന്നത്, ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും, പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. यहाँ पे ऐसा लिखा है कि इस कारण हर एक भक्त तुझसे ऐसे समय प्रार्थना करे जबकि तू मिल सकता है।
निश्चय जब जल की बड़ी बाढ़ आए तो भी उस वक्त के पास ना पहुंचेगी। ആമേൻ. ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. हर एक व्यक्ति जो है वो तुझसे समय में प्रार्थना करेगा। ദൈവത്തെ കണ്ടെത്താനുള്ള കാലം, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള സമയം. परमेश्वर के चरणों में आने का वो समय। എന്തുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറയുന്നത്? क्यों दाऊद ऐसा कहता है? ഈ സങ്കീർത്തനം നമുക്ക് ഏറ്റവും സുപരിചിതമായ സങ്കീർത്തനമാണ്. क्योंकि वही संगीता जो है हम सब जानने वाले वही संगीता है। നാം എല്ലാം അവയെ എപ്പോഴും പറയുന്ന വാക്യങ്ങളായത്. हम हमेशा बोलने वाले वचन है ये। ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. इसके बारे में ऐसा कहता हूँ। അതിന്റെ 4-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, उसके 4 में हम ऐसे देखते हैं, രാവും പകലും നിന്റെ കൈ എന്റെ മേൽഭാരമായിരുന്നു. रात दिन तेरे हाथ जो है मैं तेरे हाथ के नीचे दबा रहा। അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ वो क्यों है करके पूछेंगे तो അതിന്റെ മുൻപുള്ള വാക്യം 3-ാം വാക്യത്തിൽ പറയുന്നു, उसका पहला वचन जो है 3 में लिखा है, ഞാൻ മിണ്ടാതിരുന്നു. मैं जो है चुप रहा। ഞാൻ മിണ്ടാതിരുന്നു. मैं चुप रहा। ഞാൻ മിണ്ടാതിരുന്നപ്പോൾ मैं चुप रहने पर നിത്യമായ ഞെരുക്കത്താൽ എന്റെ അസ്ഥികളെല്ലാം ക്ഷയിച്ചുപോയി. तो कराते कराते मेरी हड्डियां पिघल गई। ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ മിണ്ടാതിരുന്നാൽ നമ്മുടെ അസ്ഥികളെല്ലാം ക്ഷയിച്ചു പോകും. तो मैं ऐसे बोलता हूँ कि जो है हम चुप रहेंगे तो हमारा जो हड्डियां जो है पिघल जाएगी। കാരണം ദൈവസന്നിധിയിൽ നമ്മൾ മിണ്ടാതിരിക്കാനുള്ളവരല്ല. कि परमेश्वर के चरणों में हम चुप बैठने के नहीं है। ദൈവസന്നിധിയിൽ എപ്പോഴും നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യേണ്ടവർ. परमेश्वर के चरणों में हमेशा जो है स्तुति करना और आराधना करना है। എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് നമ്മൾ എപ്പോഴും മിണ്ടാതിരിക്കുക. परंतु परमेश्वर के चरणों में आकर हमेशा हम चुप बैठते हैं। പിന്നെ എല്ലാത്തിനും നമുക്ക് ബൈബിളിൽ തന്നെ വാക്യമുണ്ട്. फिर सभी के लिए बाइबल में वचन भी है। ഞാൻ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുക, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കുക. जो है मैं चुप रहता कि परमेश्वर जानना चाहिए इसलिए मैं चुप रहा। ഇല്ല, നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് മിണ്ടാതിരിക്കാനല്ല പറഞ്ഞത്. नहीं, परमेश्वर के चरणों में आके चुप रहना नहीं बोला है। ദൈവവചനം പറയുന്നു, ആമേൻ, ഉറക്കെ നിലവിളിക്കാം. परमेश्वर का वचन कहता है कि जोर से चिल्लाओ। നിന്റെ ആമേൻ ശബ്ദം കാഹളം പോലെ ധ്വനിക്കട്ടെ. उन्हें कहा है कि तुम्हारा जो शब्द है, तुम्हारा जो आवाज है वो तुरही के समान होना चाहिए। കാരണം ദൈവസന്നിധിയിൽ ആയിരിക്കുന്നവർ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലുള്ള ശബ്ദത്തിലാണ് സ്തുതിക്കുന്നത്. कि परमेश्वर के लोग जो आराधना करते हैं तो जो है गरजते हुए जल के समान आराधना करते हैं। അപ്പോ കർത്താവ് നമ്മോട് പറഞ്ഞതും ആമേൻ ഉറക്കെ നിലവിളിക്കാമെന്ന. तो इसीलिए परमेश्वर ने भी बोला है कि जो है जोर से ऊंची आवाज से बोलो। ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നാം ആരും മൗനമായിരിക്കാനുള്ളവരല്ല. परमेश्वर के चरणों में बैठे हम कोई भी जो है चुप रहने के नहीं है। കാരണം നാം മൗനമായിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥികളെല്ലാം ക്ഷയിച്ചു പോകും. तो क्योंकि हम जो ऐसे चुप रहेंगे तो हमारी जो हड्डियां है खराते रहेंगे। ദൈവവചനം പറയുന്നു, ദാവീദ് പറയുന്നു, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ. दावीद कहता है, वचन में कहता है कि मैं चुप रहा तभी। ആമേൻ. ദാവീദ് പറയുന്നത് മിണ്ടാതിരുന്ന ആമേൻ ചില കാരണങ്ങൾ ദാവീദ് പറയുന്നു. वहां पे दावीद कुछ कारण बोलता है चुप रहने पे। എന്നാൽ ദാവീദ് തന്നെ പറയുന്നു, ആ കാരണങ്ങളൊന്നും മിണ്ടാതിരിക്കാനുള്ളതല്ല, ആ കാരണങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കാനുള്ളത്. परंतु इस समय दावीद कहता है कि ये सब जो चुप रहने के नहीं है, ये सब जो है परमेश्वर की आराधना करने के लिए। ആമേൻ. പാപം ക്ഷമിച്ച് കിട്ടിയവൻ, ലംഘനം മറച്ചു കിട്ടിയവൻ മിണ്ടാതിരിക്കാനുള്ളതല്ല. जो है पाप का क्षमा मिला हुआ जो है वो पाप का क्षमा मिला हुआ जो है अधर्म से दूर हुआ वो चुप नहीं बैठना है। അപ്പോ ആമേൻ, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ മിണ്ടാതിരിക്കാനുള്ളവനല്ല, പിന്നെയോ അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. तो जो मनुष्य जिसके अधर्म में यहोवा ने लेखा नहीं लिया है वो हर चुप नहीं बैठना है, बल्कि वो हमेशा आराधना करना है। ആമേൻ. പാപത്താലും ലംഘനത്താലും മരിച്ചുപോയ നമ്മെ ക്രിസ്തു ജീവിപ്പിച്ചുവെങ്കിൽ, पाप और अधर्म से जो है हमारे यीशु मसीह हमें छुड़ाए है, तो ആമേൻ, ആ ജീവനുള്ളവരായ നാം ഇന്നു മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണമെന്നാണ് ദാവീദ് പറയുന്നത്. तो हम जो है हाथ से लेके हमेशा परमेश्वर की आराधना करते रहना करके वचन में लिखा है। പാപത്തിൽ നിന്നും ആമേൻ വിടുതൽ ലഭിച്ച ദൈവ പൈതൽ ആമേൻ മിണ്ടാതിരിക്കാനുള്ളതല്ല, പിന്നെയോ ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്. जो है पाप से निकला परमेश्वर के लोग जो है वो चुप नहीं रहना है, बल्कि वो जो है आराधना करना है। ആമേൻ. ദാവീദ് പറയുന്നു, ഈ അനുഭവത്തിൽ വന്നിട്ട് മിണ്ടാതിരുന്നപ്പോൾ എന്റെ അസ്ഥികളെല്ലാം ആമേൻ ഇവിടെ ക്ഷയിച്ചു പോയി. दावीद कहता है कि ऐसा अवस्था में आने के बावजूद भी अगर मैं जो है चुप रहता है तो मेरी हड्डियां पिघल गई। ആമേൻ. എന്നാൽ ദാവീദ് പറയുന്നത്, परंतु दावीद कहता है, അതിന്റെ 5-ാം വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, उसको 5वें आयत में ऐसे कहता है, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു. वहां पे ऐसा लिखा है कि जब मैंने अपना पाप तुझको प्रकट किया എന്റെ അകൃത്യം ഞാനൊന്നും മറച്ചു വെച്ചില്ല. और अपना अधर्म ना छिपाया എന്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. और जो है मैं यहोवा के सामने अपने अपराधों को मान लूंगा कहीं कहा है। അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. तब जो है तूने मेरे अधर्म और पाप को क्षमा कर दिया। ആമേൻ. ദാവീദ് ഏറ്റവും വലിയൊരു തെറ്റാ ചെയ്തത്.
जो दावीद ने बहुत बड़ा एक पाप किया था। ആമേൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളത് കേൾക്കാനിടയായി. हम पिछले हफ्ते में सुने थे ദാവീദ് ചെയ്ത പാപം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അത് ക്ഷമിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പാപമായിരുന്നു. तो जो है परमेश्वर क्षमा नहीं कर सकते वैसा एक पाप किया था। കാരണം ദാവീദിന് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിച്ച നന്മകളും കൊടുത്തതും ഒത്തിരി ഉണ്ടായിരുന്നു. क्योंकि परमेश्वर ने जो दिया हुआ जो है कार्य है और जो आशीष है बहुत थे। ദൈവം പറഞ്ഞു, ഇനിയും ഞാൻ നിനക്ക് നൽകാൻ ആഗ്രഹിക്കുക. तो मुझे कहते भी है कि और भी तुम्हें देने के लिए जो है इच्छा है, പക്ഷെ അതിനു മുമ്പ് നീ ഒരു വലിയ പാതകം, വലിയൊരു തെറ്റ് ചെയ്തിരിക്കുക. परंतु उससे पहले तुमने एक बहुत बड़ा पाप किया है, बहुत गलत किया है। ആ തെറ്റിനെ കുറിച്ച് ദാവീദിന് ബോധ്യം വന്നപ്പോൾ और वो गलत की वजह से जब दावीद को बोध होने के समय ദാവീദ് ദൈവത്തോട് അത് ഏറ്റു പറഞ്ഞു. दावीद ने जो परमेश्वर से वो कहा, ദൈവത്തോട് ഏറ്റു പറഞ്ഞപ്പോൾ, ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നാഥാൻ പ്രവാചകൻ മൂലം അവന് മറുപടി ലഭിക്കാനിടയായി. जो पाप किया करके बोलने के समय उसने पश्चाताप किया, हाँ मैंने किया करके बोला, इसलिए क्या उसी समय जो है उनको आशीष प्राप्त होने में। അവൻ ഏറ്റു പറഞ്ഞ ഉടനെ ദൈവം പറഞ്ഞു, നീ മരിക്കയില്ല. जो है हम देखते हैं कि वहां पे जैसे वो बोलते हैं, लिखा है कि जैसे तुम बोलेंगे। ദാവീദ് മരിക്കത്തക്ക അതല്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് യോഗ്യമായ പാപമാണ് ചെയ്തത്. क्योंकि दावीद जो है मृत्यु का दंड मिलने जैसे पाप किया था। അവൻ ആ തെറ്റു ചെയ്തപ്പോൾ ദൈവസന്നിധിയിൽ അവൻ ഏറ്റു പറഞ്ഞു. उसे पाप करने से परमेश्वर के चरण में उसने कबूल किया। അവന്റെ തെറ്റവന് മനസ്സിലായി. उसका गलत उसको पता चला। അവന്റെ തെറ്റു മനസ്സിലായപ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറയുക, जो गलत पता चलने के समय नातान भविष्यवक्ता से कहता है, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. मैं यहोवा से पाप किया है। നോക്കി പറഞ്ഞ ഉടനെ അവന് മറുപടി ലഭിച്ചു. सोचिए, जैसा उसने कहा वैसे उसको जवाब मिला। ആമേൻ. യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. परमेश्वर तुम्हारे पाप जो है उसको छुड़ाया है, तुम नहीं मरेंगे। അപ്പൊ ഈ അനുഭവം പ്രാപിച്ച ദാവീദാണ് ഇവിടെ സങ്കീർത്തനത്തിൽ പറയുന്നത്, ये अनुभव पाया हुआ दाऊद से भजन संहिता में कहता है, ആമേൻ, ഞാൻ എന്റെ പാപം ദൈവത്തോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിൽ ക്ഷമ ലഭിച്ചു. तो वो जो मेरे पापों का जब मैंने अब कबूल किया और छोड़ दिया तब तुरंत मुझे जो है क्षमा मिला। എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ച ഉടനെ എനിക്ക് അതിന്റെ മറുപടി ലഭിച്ചു കഴിഞ്ഞു. तो मतलब क्या, मैं जो पाप करने से मैं जो मैंने उसको कबूल किया तो तभी ही मेरे जो है छुटकारा मिला। എന്റെ ഉള്ളം കൊണ്ട് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിന് മറുപടി ലഭിച്ചു. जब मेरे अंदर से मैंने उसे बोला तभी मुझे जो है छुटकारा मिल गया। ദാവീദ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്ക് മറുപടി ലഭിച്ചു എന്നല്ല, दाऊद ने ये नहीं कहा कि जो है बोलने के बाद फिर जो है मुझे जवाब मिला करके नहीं। ഞാൻ എന്റെ ദൈവത്തോട് അത് ഏറ്റു പറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിന് മറുപടി ലഭിച്ചു കഴിഞ്ഞു. मेरे परमेश्वर कबूल करे करके बोलने पर ही मुझे जो है जवाब मिल गया। ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, आज में सुनने वाले प्रिय लोग, ഇവിടെ ദാവീദ് പറയുന്നു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. यहाँ पे दाऊद कहता है कि मैं जो है पाप को छुपाया नहीं और जो है उसे बोला भी है। ആമേൻ. പ്രൈസ് ദി ലോർഡ്. സദൃശ്യവാക്യങ്ങൾ പറയുന്നത്, ആമേൻ, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. नीति वचन में लिखा है कि जो अपने अपराध छिपा रखा है और उसका कार्य सफल नहीं होता, परंतु जो उनको मान लेता और छोड़ भी देता है पर दया तुझे आएगी। ആമേൻ. ഒന്ന്, അത് ആമേൻ ഏറ്റു പറയണം, तो पहला जो इसे कबूल करना है എന്നിട്ട് അത് ഉപേക്ഷിക്കണം. और फिर से छोड़ना भी है। അപ്പോ പ്രൈസ് ദി ലോർഡ്, ലംഘനങ്ങളെ മറച്ചു വെക്കുവാനല്ല, तो वो जो अधर्म की बातों को छुपा के रखने नहीं है, അത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുക. वो जो उसे बोल कर उसे छोड़ना है। മനുഷ്യന്റെ ജീവിതത്തിൽ ആമേൻ ഇത് പണ്ട് മുതലേ ഉള്ള ഒരു സംഭവമാണ്. मनुष्य की जिंदगी में पहले से ये होता है, ആരംഭം മുതലേ ഉള്ള കാര്യമാണ്. शुरुआत से ये बात है। ആമേൻ. ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കേണ്ടത് ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കാതെ, जो बोल के कबूल करके छोड़ने का कबूल करके छोड़ते नहीं അത് है, മറച്ചു വെച്ചിട്ട് उसे छुपा कर रखे, ആമേൻ പലപ്പോഴും കുറ്റം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക. हमेशा जो है वो जो दोष है दूसरे के ऊपर डालते हैं। എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഏറ്റുപറയാനുള്ളത് മറ്റുള്ളവരുടെ തലയിൽ ചാർത്തി കൊടുക്കും. मतलब खुद से कबूल करने का दूसरे के सर में डाल देते हैं। ആമേൻ. മറ്റൊരു വ്യക്തി മൂലമാണ് ഞാൻ ഇങ്ങനെ ആയി തീർന്നതെന്ന് സ്ഥാപിച്ചെടുക്കുക. दूसरे व्यक्ति की वजह से मैं ऐसा हो गया करके स्थापना करना, ആമേൻ. അത് എന്റെ കുറവാണെന്ന് ഏറ്റുപറയുന്നതല്ല. वो मेरा कमजोरी करके नहीं बोलते, ആമേൻ. ആമേൻ. അത് മറ്റുള്ളവരുടെ തലയിൽ കൊണ്ടിടുക. वो दूसरे के सर में डालते हैं। പക്ഷെ ദാവീദ് അങ്ങനെയല്ല. लेकिन दाऊद ऐसा नहीं है। നോക്കിയേ, ദാവീദ് ഒരു വലിയ തെറ്റ് ചെയ്തു. दाऊद एक बहुत बड़ा पाप किया। ആമേൻ. നമുക്കറിയാം, ആ തെറ്റ് അവൻ വീണ്ടും ആവർത്തിച്ചു.
हमें पता है कि उसने वो जो गलती वापस से किया। ഒന്ന് അവൻ മോഹിച്ചു, पहला तो उसने मोह किया, പാപം ചെയ്തു, पाप किया, അത് ആമേൻ മറയ്ക്കുവാൻ കൊലപാതകം ചെയ്തു. छिपाने के लिए जो है मार दिया। ഇതെല്ലാ കാര്യവും ദാവീദ് ചെയ്യുന്നത് ആമേ തന്റെ മനസാക്ഷിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ്. जो ये कुछ भी जो है दाविद करता है खुद के लिए भी जो है रोज देखेंगे तो वो हो नहीं सकता है, അല്ലെങ്കിൽ അത് ദൈവസന്നിധിയിൽ നീതിയില്ലാത്ത കാര്യമാണ് ദാവീദ് ചെയ്യുന്നത്. या परमेश्वर के चरणों में जो है बिल्कुल भी भला नहीं है वो। ഇത്ര കാര്യങ്ങൾ ചെയ്തിട്ടും അവനൊരു കുറ്റബോധം അപ്പോൾ ഉണ്ടായില്ല. इतना करके भी उनको जो है बिल्कुल भी पश्चाताप नहीं हुआ। താൻ ചെയ്ത് തെറ്റാണെന്ന് ദാവീദ് അപ്പോ പറഞ്ഞില്ല. उसने क्या गलत है करके दावीद ने बोला नहीं। എന്നാൽ നാഥാൻ പ്രവാചകൻ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ परंतु जो है नातान भविष्यद्वक्ता जब आके बोल के जाने के समय അവൻ നാഥാൻ പ്രവാചകനോട് തർക്കിച്ചില്ല. वो उनसे जो है वाद विवाद नहीं किया। അവന് പറയാമായിരുന്നു, ആമേൻ ആ സ്ത്രീ അവിടെ വന്ന് കുളിക്കാൻ വന്നത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാമായിരുന്നു. वो ऐसा बोल सकते कि वो स्त्री जो है नहाने आई इसलिए सब हुआ करी। അപ്പോൾ ഈ സമയത്ത് അവിടെ വന്നത് കൊണ്ടാണ് ആമേൻ എനിക്ക് ആമേൻ ഇങ്ങനെയുള്ള ഒരു തെറ്റിലേക്ക് വീഴാൻ ഇടയായത് എന്ന് അവൻ പറഞ്ഞില്ല. वो स्त्री वैसे गई इसीलिए मुझे ऐसे एक पाप में चला गया, ऐसा वो बोला नहीं। ഇന്നത്തെ ദാവീദാണെങ്കിൽ പറഞ്ഞേനെ അവൾക്ക് ഈ സമയത്താണോ കുളിക്കാൻ കണ്ട നേരം. आज के जो है दावीद तो बोलेगा कि हाँ उसको ये समय है क्या नहाने जाने का। അവൾക്ക് വീട്ടിൽ കുളിച്ചുകൂടെ, ഇവിടെ വന്ന് എന്തിനാ എന്റെ മുമ്പേ വന്ന് കുളിച്ചെന്ന് ചോദിച്ചേനെ. वो घर पे आके क्यों नहीं नहाए, वो मेरे सामने अभी क्यों नहाए करके पूछेंगे। ആമേൻ ആ സ്ത്രീയെ ആമേൻ എത്രത്തോളം കുറ്റപ്പെടുത്താമോ എല്ലാ കുറ്റവും ആ സ്ത്രീയുടെ മേലിട്ടേനെ. वो स्त्री को कितना दोष लगा सकते, पूरा दोष उसमें डाल देते। ആ സ്ത്രീ മുഖാന്തരമാണ് ഞാൻ എന്നെ പാപങ്ങളിൽ വീണെന്ന് അവൻ പറഞ്ഞേനെ. वो ये स्त्री के वजह से मैं ऐसा पाप में गिरा करके बोल सकता था। ഞാൻ മര്യാദയ്ക്ക് ദൈവത്തെ ഭയന്ന് ജീവിച്ചവനാ, मैं परमेश्वर को भय मान के जी रहा था, ആ ദൈവവചനപ്രകാരം ജീവിച്ചവനാ. वचन को सुन के जी रहा था। എന്നെ ഈ പാപം ചെയ്യിച്ചത് ആ സ്ത്രീയാ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചേനെ. मुझे ये पाप करा वो स्त्री है करके बोल के वो छोड़ के जा सकता था। പക്ഷെ ദാവീദ് ആരുടെ മേലും ആ കുറ്റം ആരോപിച്ചില്ല. तो जो है दावीद जो है वो किसी पर भी उसने वो दोष नहीं लगाया। ദാവീദ് തന്റെ പാപം ദൈവത്തോട് ഏറ്റു പറഞ്ഞു. दावीद अपना जो पाप है परमेश्वर से बोल दिया, അതുകൊണ്ട് അവനൊരു പുതിയ പേര് ദൈവം കൊടുത്തു. इससे परमेश्वर ने एक नया नाम दिया, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. मेरे जो है हृदय के अनुसार चलने वाला मनुष्य। ദൈവത്തിന്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ കഴിയുള്ള ഒരു ദാവീദ്. परमेश्वर के हृदय को समझने के लिए हुआ एक दावीद, ദൈവം ആ പറയുന്നതിന് മുമ്പ് പ്രവർത്തിക്കാൻ ഒരുക്കമായി നിൽക്കുന്ന ഒരു ദാവീദ്. जो है वो बोलने से पहले जो करने में जो तैयार हो गया वो दावीद। ദൈവത്തിന്റെ ഹൃദയത്തിൽ ആലോചന വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ കഴിയുള്ള ഒരു ദാവീദ്. परमेश्वर के चरणों में जो है वो योजना आने के समय ही जो समझने वाला दावीद, എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. मेरे हृदय के अनुसार वाला मनुष्य। നമ്മെ കുറിച്ച് ദൈവത്തിന് പറയുവാൻ കഴിയുമോ? हमारे बारे में क्या परमेश्वर कह सकता है? അവൻ നമ്മുടെ സ്വഭാവത്തെ കണ്ട് ദൈവത്തിന് പറയാൻ പറ്റുമോ? क्या हमारे स्वभाव को देख के परमेश्वर से बोल पाएंगे? നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന് അത് പറയാൻ പറ്റുമോ? हमारे कामों को से बोल पाएंगे? നാം അഭിമാനത്തോടുകൂടെ പറയാറുണ്ട്, हम अभिमान पूर्वक से बोलते हैं, ഞാനൊരു ദൈവ പൈതലാ, मैं परमेश्वर का बच्चा हूँ, ഞാനൊരു ദൈവദാസനാ, मैं एक दास हूँ, ഞാനൊരു ശുശ്രൂഷകനാ. मैं जो सेवकाई करता हूँ। എന്നാൽ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? परंतु परमेश्वर का हमारे बारे में जो अभिप्राय क्या है? നമ്മൾ ദാവീദിനെ കാണുന്നത് ഇത്രയും വലിയ പാപം ചെയ്തവനെന്ന്. हम दावीद को जो देखते हैं बहुत बड़ा पाप किया हो जैसे, ദൈവം അവനെ കാണുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന്. परंतु परमेश्वर से देखते हैं कि मैं हृदय के अनुसार चलने वाला मनुष्य। ഇതാണ് മനുഷ്യന്റെയും ദൈവത്തിന്റെയും നോട്ടം തമ്മിലുള്ള വ്യത്യാസം. वो है परमेश्वर मनुष्य के बीच में जो नजरिया। എന്തുകൊണ്ടാ ദൈവം ദാവീദിന് ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത്? क्यों परमेश्वर दावीद को सर्टिफिकेट दिया? ദാവീദ് ദൈവത്തെ അനുസരിക്കുന്ന വ്യക്തിയായിരുന്നു. कि दावीद परमेश्वर को सुनने वाला व्यक्ति था। ആമേൻ. താൻ എല്ലാം ദൈവത്തോട് പറയുന്ന വ്യക്തിയായിരുന്നു. वो सब कुछ परमेश्वर को जो है वो बोलने वाला व्यक्ति था। താൻ മനുഷ്യരോടല്ല പറയുന്നത്, वो मनुष्य से नहीं बोलता है, അവൻ ദൈവത്തോടാ പറയുന്നത്. परमेश्वर से बोलता है। പക്ഷെ നമ്മൾ പലപ്പോഴും മനുഷ്യരോടാ പറയുന്നത്. परंतु कई बार हम मनुष्य से बोलते हैं, ദൈവത്തോട് പറയാനുള്ളത് ചെന്ന് മനുഷ്യരോട് പറയും. परमेश्वर जो बोलना है मनुष्य जाके बोलते हैं, എന്നിട്ട് അത് പിന്നെ വലിയ വിഷയമായി തീരുമ്പോൾ പിന്നെ ഇരുന്ന് കരയും. और उसके बाद वो बड़ा विषय हो जाएगा तो बैठकर होते हैं। കാരണം നമ്മുടെ സ്വഭാവം അങ്ങനെയാ. क्योंकि हमारा स्वभाव ऐसा है। അല്ലെങ്കിൽ യാക്കോബിന്റെ मക്കളോട് ചോദിച്ചാൽ അവർ പറയും, इधर याकूब के बच्चों को तुम बोले तो वो लोग बोलेंगे। ആ കനാൻ ദേശത്ത് ക്ഷാമം നേരിട്ടു. जो है कनान देश में जो है वो अकाल हुआ, അപ്പന് മനസ്സിലായി മിസ്രൈമില് ധാന്യമുണ്ട്, और पिता को पता चला कि जो है मिस्र में जो है वो जो खाना है, അവിടെ പണം കൊടുത്തു കഴിഞ്ഞാൽ ആഹാരം കിട്ടുമെന്നറിയാം. उधर पैसा देंगे तो
खाना मिला करके पता है। അതുകൊണ്ട് യാക്കോബ് മക്കളെ പറഞ്ഞു വിടുക, നിങ്ങൾ ചെന്ന് അവിടെ നിന്ന് ധാന്യം ശേഖരിച്ചു കൊണ്ടുവരിക. इसलिए याकूब अपने बच्चों को जो है बेचता है, बोलते हैं कि वहां से तुम लेकर आओ। ഇവരെല്ലാം സന്തോഷത്തോടെ പോയി. सब लोग खुश हो जाते हैं। അവിടെ ചെന്നപ്പോ ചെറിയ പ്രശ്നങ്ങളായി. वहां पे जाने समय कुछ प्रश्न ഇവരെ കുറിച്ച് തെറ്റായ ചില ചിന്തകൾ വന്നു. उनके बारे में कुछ गलत जो है चिंताएं आए। അതിനെ അവർ അവിടെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. वहां पे वे लोग न्याय करने की कोशिश किया। അവർ പറയുക, ഞങ്ങൾ ആരും തെറ്റ് ചെയ്തവരല്ല, वे लोग कहते हैं कि हमने कोई भी जो है गलत काम नहीं किया, ഞങ്ങളെല്ലാം നീതിമാന്മാരാണ്. हम बहुत धर्मी हैं, ഞങ്ങൾ ഒരു അപ്പന്റെ മക്കൾ. हम एक बाप के बेटे हैं। അപ്പൻ ചെയ്ത തെറ്റൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. बाप किया हुआ जो गलत काम कुछ हमने नहीं किया, അതുകൊണ്ട് ഞങ്ങളെല്ലാം നീതിമാന്മാരാണ്. इसलिए हम सब धर्मी व्यक्ति हैं। പക്ഷെ കയ്യിലിരിക്കുന്നത് കാലിച്ചാക്ക. लेकिन हाथ में जो है वो खाली जो है गोनी है। ദൈവവചനം പറയുന്നത് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകത്തില്ല. वचन कहता है कि जो एकदम जो है सीधा मान जाता है उसको कोई बली वस्तु की घटी ना होगी। നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടാകില്ലെന്ന് ദൈവവചനം പറയുന്നു. परमेश्वर का वचन कहता है जो सही मानो चलता है उसको बली वस्तु की जो है घटी नहीं होगी। ഈ 10 പേരിൽ നിന്ന് പറയുക, ഞങ്ങളെല്ലാം നേരോടെ നടക്കുന്നവരാ. ये 10 जन बोलते कि हम एकदम सही से जा रहे हैं, പക്ഷെ കയ്യിലിരിക്കുന്നത് കാലിച്ചാക്ക. परंतु जो है वो जो हाथ में जो है वो खाली गोनी है। എന്നിട്ടും അവിടെ പറയുന്നത് ഞങ്ങൾ നീതിമാന്മാരാ. और उधर भी हम बोलते, उधर भी वो लोग बोलते हैं कि हम जो है धर्मी हैं। എന്നാൽ ആരെയാണോ അവർ ഉപദ്രവിച്ചത് ആ വ്യക്തിയോടാണ് പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ദോഷമൊന്നും ചെയ്യാത്തവരാ. और जिनको ने सताया है उनके सामने ही बोल रहे हैं कि हम कुछ दोष नहीं करते हैं। അപ്പോൾ ആ വ്യക്തി അവിടെ അവർക്ക് ആവശ്യമാകുന്ന ധാന്യവും അവരുടെ പണവും കൊടുത്ത് പറഞ്ഞു വിടുക. तो व्यक्ति उनको कितना पैसा चाहिए और कितना जो है खाना चाहिए वो देख के उनको छोड़ रहे हैं। പക്ഷെ ചില വ്യവസ്ഥകൾ വെച്ചാ വിട്ടയച്ചത്. तो कुछ व्यवस्था रख के भेजे थे। പോകുന്ന വഴിക്ക് ഇവർ തമ്മിൽ പറയുക. जाने के समय लोग आपस में बोल रहे हैं, പ്രൈസ് ദി ലോർഡ്, നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കഷ്ടം അനുഭവിക്കാൻ തുടങ്ങിയത്. जो है उस दिन ऐसा क्या बोल के हमें ऐसा हो रहा है अभी। രൂബേൻ ഗാദിനോട് പറയുന്നു, रूबेन गाद को बोल रहा है, ഗാദ് അശേറിനോട് പറയുന്നു, गाद अशेर को बोल रहा है, അശേർ നഫ്താലിയോട് പറയുന്നു. अशेर नप्ताली को बोल ഇങ്ങനെ रहा है। തമ്മിൽ പറയുക. ऐसे जो है आपस में बोल रहे हैं, കുറ്റം തമ്മിൽ ആരോപിക്കുക. दोष जो आपस में लगाए हैं, നീ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചത്. तुम्हारे वजह से ऐसा हुआ है। അന്ന് നമ്മൾ അത് ചെയ്യാതിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ വരത്തില്ലായിരുന്നു. अगर उस दिन हम ऐसा नहीं करते तो आज ऐसा नहीं होता था। എന്നാൽ ഞാൻ ഈ സഹോദരങ്ങളോട് ചോദിക്കുന്നത്, तो मैं इन भाई से पूछता हूँ, നിങ്ങൾ ഇങ്ങനെ തമ്മിൽ പറയുന്നത് വിട്ടിട്ട് तुम ऐसे आपस में बोलने का सब छोड़कर ജോസഫിനോട് തന്നെ അതങ്ങൊന്ന് ഏറ്റു പറഞ്ഞിരുന്നെങ്കിലോ, वो यूसुफ को अगर तुम बोल देते तो, ആ സത്യം അങ്ങ് ഏറ്റു പറഞ്ഞിരുന്നെങ്കിലോ. अगर सच्चाई अगर बोल देते तो, കാരണം ആ ജോസഫ് ക്ഷമിക്കാൻ കഴിവുള്ളവനാ. तो यूसुफ जो है वो क्षमा करने के लिए हो सकता है। അവൻ സകലത് ക്ഷമിക്കുന്നവനാ. सब कुछ जो है क्षमा करता है, അവൻ സകലത് മറക്കുന്നവനാ. सब कुछ जो है भूल जाता है। അങ്ങനെയുള്ള യോസഫിന്റെ അടുക്കൽ ऐसा जो यूसुफ है മറച്ചു വെച്ചിട്ട് उसके पास आके छिपा कर വഴിയിൽ കിടന്ന് തർക്കിക്കുക. जो रास्ते में जो है वो वाद विवाद कर रहा है, വഴിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുക. रास्ते में बैठ के लोग एक दूसरे को वाद विवाद कर रहे हैं। പറയേണ്ട വ്യക്തിയോട് പറയാതെ बोलने वाले व्यक्ति को नहीं बोल रहे हैं, വഴിയിൽ കിടന്ന് തമ്മിൽ പറയുക. आपस में जो है बोल रहे हैं। ഇന്ന് പകൽക്കാലം എന്നെ ശ്രവിക്കുന്ന പ്രിയമുള്ളവരെ, मुझे सुनने वाले प्रिय लोग, നമ്മൾ തമ്മിൽ പറയുന്നവരായി തീരാതെ हम आपस में बोलने वाले ना बदले, പറയേണ്ട വ്യക്തിയോട് അത് പറയണം. जिसको बोलना है उस व्यक्ति को बोले। ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തോട് അത് ഏറ്റു പറഞ്ഞു. यहाँ दावीद कहते हैं कि परमेश्वर से वो कहा है, എന്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റു പറയുമെന്നാ ഞാൻ പറഞ്ഞത്. मेरे जो अधर्म है वो मैं परमेश्वर से कहूंगा करके बोला है। ഞാൻ ഒന്നും മറച്ചു വെച്ചില്ല. मैं कुछ भी छुपा के नहीं ഞാൻ रखूंगा, മനുഷ്യരോടൊന്നും പറഞ്ഞിട്ടില്ല. मनुष्य से कुछ बोला नहीं, കാരണം ദാവീദ് ചെയ്ത ഈ പാപം വേറെ ആർക്കും അറിയത്തില്ല. क्योंकि दावीद ने किया हुआ ये पाप और किसी को नहीं पता है। ഈ പാപം ദാവീദ് വിചാരിച്ചത് ബർശേബയും ദാവീദും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ये पाप दाऊद को लगा था कि बर्शेबा को ही पता है करके, വേറെ ഒറ്റ മനുഷ്യനും അറിഞ്ഞിട്ടില്ല. कोई और व्यक्ति नहीं जाना करके बोला, ഊരിയാവ് പോലും അത് അറിഞ്ഞിട്ടില്ല. ऊरिया को भी नहीं पता चला करके लगा। പിന്നെ ഞാനിവിടെ എല്ലാ കാര്യത്തിലും സുരക്ഷിതനാണെന്ന് അവൻ വിശ്വസിച്ചു. फिर मैं यहाँ पे हर बातों में सुरक्षित है करके उसे विश्वास किया, പക്ഷെ ദൈവം അവനെ അത് വെളിപ്പെടുത്തി കൊടുത്തു. परंतु परमेश्वर ने जो है उसको वो बताया, അവന്റെ തെറ്റിനെ ദൈവം അവനെ കാണിച്ചു കൊടുത്തു. उनका जो गलत बात को जो है उनको बताया। അവന്റെ തെറ്റ് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ उनका गलत बात को बताने के समय അവൻ ഏറ്റു പറയുക. तो वो जो है बोल रहे हैं, അവൻ ദൈവത്തോട് പറയുക, वो कबूल कर रहे हैं, എന്റെ കുറ്റം ഞാൻ അറിയുന്നു. मेरे जो है दोष है मैं समझता हूँ, ഞാൻ നിന്നോട് പാപം ചെയ്തു. तुमसे पाप किया है, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. बुराई वो मैंने किया है, അതുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നീതിമാനും जो है बोलने के समय जो है धर्मी, നീ ന്യായം വിധിക്കുമ്പോൾ നിർമ്മലമായിരിക്കേണ്ടതിന് और तुम न्याय करने समय एकदम निर्मल होने के लिए എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. धोकर शुद्ध करो। അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. परमेश्वर से प्रार्थना करे, അവൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞു. परमेश्वर जो है उन्होंने कबूल किया। അപ്പോൾ
तब भी ഏറ്റു പറഞ്ഞപ്പോൾ, कबूल करने के समय ഇത് പറയുന്നു, ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ वहां पे लिखा है कबूल करो करके बोलने पर എന്റെ പാപത്തിന്റെ കുറ്റം നീ ക്ഷമിച്ചു തന്നു. मेरे पापों का जो है तुमने क्षमा किया है। ആമേൻ. ഞാൻ ചെയ്ത പാപമെല്ലാം നീ ക്ഷമിച്ചു തന്നു. मैंने जो किया पाप का सब जो क्षमा किया। അത് നാം ഏറ്റു പറയുമ്പോൾ ക്ഷമിക്കുന്ന ദൈവം. हाँ, जब भी हम बोलने के समय कबूल करने समय क्षमा करने वाले परमेश्वर। ആമേൻ. നമ്മുടെ കുറവുകൾ ഏറ്റു പറയുമ്പോൾ हमारे जो कमजोरी को हम बोलने के समय നമ്മോട് ക്ഷമിക്കുന്ന ദൈവം. हमें क्षमा करने वाले परमेश्वर। കാരണം ദൈവവചനം പറയുന്നു, परमेश्वर वचन कहता है നമ്മിൽ പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ हमारे अंदर पाप नहीं है करके हम बोलते हैं, നാം നമ്മെ തന്നെ വഞ്ചിക്കുക. हम अपने आप को ही जो है धोखा दे रहे हैं। നമ്മിൽ സത്യമില്ലാതായി പോകും. हमारे चरण में जो है सच्चाई नहीं निकली। അതുകൊണ്ട് ഏറ്റു പറയാനുള്ളത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുക. इसलिए जो कबूल करना है कबूल करके तुम्हें छोड़ देना चाहिए। ഏറ്റു പറയാനുള്ളത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ कबूल करना है कबूल करके छोड़ देते हैं तो കരുണ ലഭിക്കും. जो है भलाई होएगा। ആമേൻ. അവന്റെ ജീവിതത്തിലെ ആമേൻ ഒരു പുതിയ അധ്യായം ആരംഭിക്കും. वो जो है तुम्हारे जीवन में एक नया जो है अध्याय शुरू होगा। അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ये दाविद कहता है ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താകുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. इस कारण हर एक भक्त तुझसे ऐसे समय प्रार्थना करे। ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ആ കാര്യങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ഏറ്റു പറഞ്ഞ് അത് ഉപേക്ഷിക്കുക. इसलिए उस बातों को जब हम प्रकट करने के समय उसे जो है कबूल करके हमें छोड़ देना चाहिए। അത് ഒരു വ്യക്തി മൂലം പറഞ്ഞാലും ദൈവം നമ്മോട് വചനം മൂലം പറഞ്ഞാലും നമ്മൾ അത് ഏറ്റെടുക്കുക. वो एक व्यक्ति द्वारा हमें बताया गया हो या परमेश्वर के वचन के द्वारा बताया गया हो, लेकिन हमारे लिए जो है वो हमें जो है स्वीकार करना चाहिए। നമ്മളത് ഏറ്റെടുത്ത് ആമേൻ ദൈവസന്നിധിയിൽ നമ്മൾ ആമേൻ പറയുമ്പോൾ हम वो स्वीकार करके परमेश्वर के चरण बोलने के समय നമുക്ക് അവിടെ ക്ഷമ ലഭിക്കും. वहाँ पे हमें जो क्षमा मिलता है, കാരണം യേശു ക്രിസ്തു നമ്മെ പഠിപ്പിച്ചതും അങ്ങനെയാണ്. क्योंकि यीशु मसीह ने भी वैसे ही सिखाया है। ആമേൻ. ആ അപ്പന്റെ രണ്ട് മക്കളിൽ ഇളയവൻ वो जो बेटा जो वो पिता के जो दो बेटे में से छोटा बेटा അവൻ ആമേൻ അപ്പനോട് തെറ്റ് ചെയ്തു. पिता से जो है जो उसने गलत किया, അപ്പനിൽ നിന്നും അകന്നുപോയി. पिता से जो छोड़ के चला गया। നമ്മൾ അവന് പല പേരുകൾ നൽകുന്നുണ്ട്. हम उसको कई सारे नाम दे रहे हैं, പക്ഷേ അവന്റെ അപ്പൻ തന്നെ ഇട്ട ഒരു പേര് ബൈബിളിൽ ഉണ്ട്. परंतु बाइबल में हम देखते हैं कि पिता ने उनको दिया हुआ नाम, അവൻ മരിച്ചുപോയവനാ, वो मर गया हुआ, മരണപ്പെട്ടവൻ. वो मर गया था। അപ്പന്റെ അടുക്കൽ നിന്ന് മാറിപ്പോയപ്പോൾ, जो यीशु मसीह वो जो है उनके सम्मुख से चले जाने के समय ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോൾ परमेश्वर के सम्मुख से चला गया तो അവൻ മരിച്ചുപോയി. वो मर गया, അവന്റെ ആത്മീക ജീവൻ നഷ്ടപ്പെട്ടു. उनके आत्मिक जीवन नष्ट हो गया। ആ ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയെ तो वो जीवन जो मिला जो व्यक्ति को അപ്പൻ തള്ളിക്കളഞ്ഞില്ല. पिता ने जो छोड़ा नहीं, പക്ഷെ അവനായിരുന്ന സ്ഥാനത്ത് परंतु वो जो स्थान में था वहां पर അവന്റെ അവസ്ഥകൾക്കെല്ലാം മാറ്റം വന്നപ്പോൾ उनकी अवस्था को सब जो बदलाव आने के समय, എന്ന് പറഞ്ഞാൽ അവന്റെ അവസ്ഥ എല്ലാം മാറി ഇപ്പോൾ ശൂന്യമായി തീർന്നു. मतलब अभी जो उनका अवस्था सब बदल के जो एकदम शून्य हो गया। ജീവിതത്തിലെ ആമേൻ എപ്പോഴും നല്ല ഒരു കാലമായിരിക്കുമെന്ന് അവൻ ചിന്തിച്ചു. जो है उनकी जिंदगी में जो एक अच्छा एक समय रहेगा करके उसने सोचा। ഇന്നും അനേകർ ചിന്തിക്കുന്നത് അങ്ങനെയാ. आज भी कई लोग ऐसे सोचते हैं എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഒന്നും വരത്തില്ല, मेरी जिंदगी में कोई प्रश्न नहीं होगा, എപ്പോഴും സന്തോഷവും ആനന്ദവും മാത്രമായിരിക്കും. सिर्फ जो है खुशी आनंद ही रहेगा करके। അങ്ങനെ ചിന്തിച്ചു പോകുമ്പോൾ बंद सोच के जाने समय പെട്ടെന്ന് ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരും. अचानक जो है जीवन में प्रतिकूल आ सकता है। ആമേൻ. യാക്കോബ് അമ്മയെയും അപ്പനെയും വിട്ടു പോകുമ്പോൾ याकूब जब जब पिता और माता को जो छोड़ के जाने के समय വഴിയിൽ വെച്ച് അവന് പെട്ടെന്ന് ഇരുട്ട് അനുഭവപ്പെട്ടു. जो है रास्ते में जो है अचानक जो है उनको अंधेरा हो गया, കാരണം സൂര്യൻ അസ്തമിച്ചു. क्योंकि सूरज डूब गया है, ആ ഇരുട്ട് അവനെ മൂടി. अंधकार उसे छुपा लिया है। അവൻ അല്പം ഭയം വന്നു. वो थोड़ा भय मान, അതുകൊണ്ട് അവന്റെ യാത്ര അവൻ മുന്നോട്ട് കൊണ്ടുപോയില്ല. അവിടെ തന്നെ അവൻ സ്റ്റേ ആയി. इसलिए वो यात्रा आगे नहीं बढ़ा, वहीं पे रुक गया। ആ രാത്രി അവൻ അവിടെ തന്നെ കഴിച്ചുകൂട്ടി. वो रात को वहीं पे खाया, അതുകൊണ്ട് അവൻ ദൈവത്തെ കാണുവാൻ ഇടയായി. फिर परमेश्वर को देख पाया। ജീവിതത്തിൽ ഇരുട്ടുകൾ കടന്നു വരുമ്പോൾ जो है जीवन में जो है ऐसा जो है अंधेरा आने समय അവൻ ഭയപ്പെടരുത്. डरना नहीं, അത് ദൈവവുമായിട്ട് കണ്ടുമുട്ടുവാനുള്ള ഒരു അവസരം. परमेश्वर के साथ मिलने का एक अवसर हो सकता है। ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ जीवन में प्रश्न आने के समय പേടിക്കരുത്, डरना नहीं, പിന്മാറരുത്. पीछे नहीं അത് हटना, ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള അവസരമാണ്. तो परमेश्वर को जो है मिलने वाला अवसर है। ആമേൻ. ആ പകുതി വഴിയിൽ സംഭവിക്കുന്ന ഇരുട്ട് तो जो वो आधे समय में जो होने वाला जो अंधियारा, അത് നിന്നെ ഭീതിപ്പെടുത്തുവാനുള്ളതല്ല, वो तुम्हें डराने के नहीं है, നിന്നെ നശിപ്പിക്കുവാനുള്ളതല്ല, नाश करने नहीं है, നീ ദൈവവുമായിട്ട് ഒന്ന് സംസാരിക്കുവാനുള്ളതാണ്. तुम जो परमेश्वर से थोड़ा बात करने के लिए है। ദൈവത്തിന് നിന്നോട് ചില ഉടമ്പടികൾ ചെയ്യുവാനുള്ളതാണ്. परमेश्वर को तुमसे कुछ बातें करना है, ദൈവത്തിന് നിന്നെ ആമേ ചിലത് ഏൽപ്പിക്കാനുള്ളതാണ്. तुम्हें कुछ सौंपना है, നിന്നെ ചില പുതിയ അവസ്ഥയിലേക്ക് നയിക്കാനുള്ളതാണ്. और जो तुम्हें वो बताना है सही रास्ते में, ചില വാഗ്ദത്തങ്ങൾ നിനക്ക് നൽകാനുള്ളതാണ്. जो है तुम्हें कुछ वायदे देना है। അതുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന ഇരുട്ടിനെ നീ ഭയപ്പെടരുത്. इसीलिए जीवन में आने वाले अंधियारों को देखकर तुम डरना नहीं। അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്,
इसलिए दाऊद कहता है, ഞാൻ ആമേൻ ആമേൻ കൂരിരുളിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഭയപ്പെടുകയില്ലെന്ന്. वहाँ पे वचन ऐसा लिखा है कि मैं जो है अंधकार के तराई से होके चलूं, मैं फिर भी नहीं डरूंगा। അതെ, ഞാൻ ഇരുട്ടിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല. हाँ, मैं अंधकार से होकर गुजरना पड़े फिर भी नहीं डरूंगा। ദാവീദിന്റെ ജീവിതത്തിൽ അനേക ഇരുട്ടുകൾ കടന്നു വന്നു. दाऊद के जीवन में कई सारे अंधियार आए, അവിടെ ഒന്നും അവൻ ഭയപ്പെടേണ്ടി വന്നില്ല. वह कहीं पे भी वो भय नहीं माना, കാരണം ദൈവത്തിന്റെ വടിയും കോലും അവന്റെ കൂടെ ഉണ്ടായിരുന്നു. क्योंकि परमेश्वर का जो है वो उनके साथ था, लाठी और सोटा। ആമേൻ. അപ്പൊ ദൈവത്തിന്റെ വടിയും കോലും അവന്റെ കൂടെ ഉള്ളത് കൊണ്ട് परमेश्वर का लाठी और सोटा उनके साथ होने की वजह അവന് से ഭയപ്പെടേണ്ടി വന്നില്ല. वो डरना नहीं पड़ा। അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഇരുട്ട്, इसलिए हमारी जिंदगी में आने वाला जो अंधियारा है, ആമേൻ, അത് ഭയപ്പെടുവാനുള്ളതല്ല, वो डरने के नहीं है, അത് നമ്മെ ദൈവവുമായിട്ട് അടുപ്പിക്കാനുള്ളതാ. वह परमेश्वर के जो है साथ और साथ करता है, ചില പുതിയ വെളിപ്പാടുകൾ നമുക്ക് ലഭിക്കാനുള്ളതാ. थोड़ा और जो प्रगटीकरण है मिलने के लिए है, അത് പുതിയ ദർശനങ്ങൾ ലഭിക്കാനുള്ളതാ. नया दर्शन मिलने के लिए है। ദാവീദ് അത് പ്രാപിച്ചെടുത്തു. दाऊद को प्राप्त किया, ആമേൻ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, इसलिए दाऊद ने कहा ആമേൻ, ഇരുട്ട് അവന് ഭയമില്ല എന്ന്. जो है अंधकार से उनको डर नहीं है। എന്നാൽ ഈ അപ്പന്റെ രണ്ടാമത്തെ മകന്, परंतु ये जो पिता का दूसरा बेटा था, അവന്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും സന്തോഷം എന്ന് വിചാരിച്ച് ജീവിച്ചതാ. उनकी जिंदगी में हमेशा खुशी करके सोच कर उन्हें जिया है। അവന്റെ കയ്യിൽ ഇപ്പോൾ പണമുണ്ട്. उनके हाथ में जो अभी भी जो है पैसा है, അതുകൊണ്ട് ഈ പണം ഒരിക്കലും തീർന്നു പോകത്തില്ല. इसलिए पैसा कभी नहीं खत्म होगा, അതുകൊണ്ട് എപ്പോഴും ഞാൻ സന്തോഷത്തോടെ ജീവിക്കുമെന്ന് അവൻ വിചാരിച്ചു. तो हमेशा जो है खुशी से रहोगे, क्योंकि उन्होंने सोचा। പക്ഷെ പെട്ടെന്ന് അവന്റെ കയ്യിലുള്ളതെല്ലാം തീർന്നുപോയി. और तुरंत जो उनके हाथ में जो कुछ भी था वो खत्म हो गया, അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെല്ലാം തീർന്നുപോയി. उनके जीवन में जो कुछ भी था वो खत्म हो गया। അവന്റെ കയ്യിലുള്ളതെല്ലാം തീർന്നപ്പോൾ उनके जो है हाथ में था वो खत्म होने के അവന്റെ समय കൂടെയുള്ളവരെ വിട്ടുപോയി. उनके साथ जो थे वो लोग भी चले गए। ഇന്നും അതാ സംഭവിക്കുന്നത്. ऐसे ही हो रहा है आज भी। ആമേൻ. പ്രൈസ് ദി ലോർഡ്. കൊടുക്കാനുള്ളത് കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ സ്നേഹിക്കാനുള്ളവർ സ്നേഹിച്ചോണ്ടിരിക്കും. तो जो देने का देंगे तो जो प्रेम करने को प्रेम करेंगे। ഒരിക്കൽ കൊടുക്കുന്നത് നിർത്തിയാൽ ആ സ്നേഹവും നിന്നുപോകും. अगर तुम देने का बंद करोगे तो प्रेम भी बंद हो जाएगा। ആമേൻ. അതുകൊണ്ട് കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹം വേണ്ടെന്നാ ഞാൻ പറയുന്നത്. इसलिए मैं कहता हूँ कि देकर प्राप्त करने वाला प्रेम नहीं होना ഈ चाहिए। ലോകത്തിലെ ചില നന്മകൾ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹം വേണ്ട. दुनिया में कुछ जो है भलाई देने के बाद जो मिलने वाला प्रेम नहीं ആ चाहिए, സ്നേഹം നിലനിൽക്കത്തില്ല. वो प्रेम हमेशा तक नहीं रहेगा। ദൈവത്തിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക. भविष्य के प्रेम में रहना है, കാരണം ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും കൊടുത്തതും ദൈവമാണ്. क्योंकि दुनिया में सबसे ज्यादा जो है प्रेम दिया हुआ प्रेम किया हुआ परमेश्वर है। കാരണം ദൈവമാണ് കൊടുത്ത് സ്നേഹിച്ചത്. इसलिए परमेश्वर देकर जो है प्रेम किया। എന്താ കൊടുത്ത് സ്നേഹിച്ചത്? क्या दिए हैं? തന്റെ ഏകജാതനായ പുത്രനെ. उनका एकलौता पुत्र। ആമേൻ. ദൈവം തന്റെ മകനെയാണ് നൽകി സ്നേഹിച്ചത്. परमेश्वर अपने पुत्र को देकर हमें आशीष दिया। എന്നാൽ ആമേൻ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അതുപോലെ കഴിഞ്ഞിട്ടുണ്ടോ? परंतु हमारी जिंदगी में हम वैसा कर पाएंगे क्या? ദൈവ സകലത നമുക്ക് വേണ്ടി തന്നു എന്ന വചനം പറയും. परमेश्वर सब कुछ हमें दिया है, करके वचन कहता है। തന്റെ പുത്രനെ നൽകിയതോടൊപ്പം हमारे पुत्र को जो है देने के द्वारा തന്നോടുകൂടെ സകലതും നൽകി. उनके साथ सब कुछ दिया है। അത് പ്രാപിച്ചിട്ടാ നമ്മൾ പലപ്പോഴും നന്ദിയില്ലാത്തവരെ तो തീരും. प्राप्त करने के बाद हम कई बार जो है धन्यवाद नहीं रहते हैं, ആമേൻ. ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുന്നത്. परमेश्वर को स्तुति करते हुए ना रहते हैं। ദൈവം ഇത്രയും നൽകി തന്നിട്ടും परमेश्वर इतना दिया तभी भी പലപ്പോഴും ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. कई बार हम जो है परमेश्वर को जो है बुराई बोलते हैं। ഇസ്രായേൽ ജനങ്ങൾ അങ്ങനെയാണ്. इसराइल जन भी ऐसे ही है। നീ ഞങ്ങൾക്ക് മന്ന തന്നത് ശരിയാ, हाँ, तुम्हें जो है तुमने मन्ना दिया सही है, പാറയിൽ നിന്ന് വെള്ളം തന്നത് ശരിയാ, वो जो पर्वत से पानी दिया सही है, ഇനി ഇറച്ചി തരുമോ? अभी कहते हो मटन देंगे, ഇറച്ചി തരാൻ പറ്റുമോ? मटन देने होगा क्या? മന്നയൊക്കെ നിസ്സാരമായിട്ട് നൽകാൻ കഴിയും. मन्ना तो आराम से दे सकते हैं, വെള്ളവും തരാൻ പറ്റും. पानी भी दे सकते हैं, പക്ഷെ ഇത്രയും ജനത്തിന് ഇറച്ചി എവിടെ നിന്നാ കിട്ടുന്നത്? लोगों को मटन कहाँ से मिलेगा? ഇതാണ് ഇന്നത്തെ ചോദ്യം. वही है आज का सवाल। പ്രൈസല്ലോ. കിട്ടിയതൊന്നും പോരാ, मिला हुआ कुछ बस नहीं हुआ, കിട്ടാത്തതിന് വേണ്ടി കിടന്ന് ബഹളം जो വയ്ക്കുക. नहीं मिला है उसके लिए जो है आवाज कर, എന്നാൽ അതും തരാൻ ദൈവം സർവശക്തനാണ്. वो भी देने के लिए परमेश्वर शक्तिमान। ആമേൻ. അവരുടെ ആമേൻ പ്രൈസലോട് ആ പിറുപിറുപ്പ് ദൈവത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. उनका जो वो जो है वो लोग बोल रहे थे, कुड़कुड़ा रहे थे, वो परमेश्वर भी सह नहीं पाए, അതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടുവോളം നൽകി. इसलिए परमेश्वर ने उनको बहुत सह दिया। പക്ഷെ ദൈവത്തെ സംശയിച്ചവർ परंतु परमेश्वर को जो है डाउट किया അത് हुआ, അനുഭവിക്കാൻ കഴിഞ്ഞില്ല. वो अनुभव नहीं कर पाए। കാരണം എന്തെന്നറിയാമോ? क्यों पता है? വചനം പറയുന്നു, क्योंकि वचन कहता है മാംസം അവരുടെ പല്ലുകൾക്കിടയിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. तो मांस उनके दांतों में रहने के समय ही वो इस दुनिया से चले गए, എന്ന് പറഞ്ഞാൽ അകത്തോട്ട് പോകാൻ വിട്ടില്ല. जो है नीचे आने के नहीं दिए। അകത്തോട്ട് പോകാൻ വിടണമെങ്കിൽ नीचे आने के लिए अगर देना है तो നീ വിശ്വസിക്കണം, विश्वास करना चाहिए, ദൈവത്തെ വിശ്വസിക്കണം. परमेश्वर विश्वास करना चाहिए। അവൻ ഈ മകൻ വിചാരിച്ചത് ये बेटा सोचा എല്ലാവരും എപ്പോഴും എന്റെ കൂടെ ഇരിക്കും, सभी लोग हमेशा मेरे साथ रहते हैं, ആരും എന്നെ വിട്ടു പോകത്തില്ല, कोई भी जो है मुझे छोड़ के जाता ഇനി नहीं, ഞാൻ പറയുന്നത് പോലാണ് നടക്കുന്നത്. मैं इससे बोलेगा ऐसे चलेगा, കാരണം ഇപ്പോൾ പണമുണ്ട്, क्योंकि जो है पैसा है, ഇപ്പൊ ആളുകളുണ്ട്, अभी लोग हैं, എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരുമെന്ന് അവൻ മനസ്സിലാക്കിയില്ല. क्योंकि ये जो परंतु ऐसा जिंदगी जो इसका अंत होगा करके वो नहीं
नहीं पता। അവന്റെ ജീവിതത്തിൽ ഇരിക്കുന്നതെല്ലാം നഷ്ടമാകുമെന്ന് അവൻ ഒരിക്കലും ചിന്തിച്ചില്ല. उनके जीवन में जो कुछ भी है नष्ट होगा करके उसे सोचा नहीं। ഇതെല്ലാം തീർന്നു പോകുന്ന ഒരു സമയമുണ്ടെന്ന് അവൻ ചിന്തിച്ചില്ല. ये सब खत्म होगा करके उसे सोचा नहीं था। കാരണം അത് ചിന്തിക്കാതെയാണ് അവൻ ചെലവാക്കിക്കൊണ്ടിരുന്നത്. क्योंकि वो सोचे बिना जो है वो वहां पे था। അതുകൊണ്ട് എന്താ സംഭവിച്ചത്? इसलिए क्या हुआ, അവന്റെ കയ്യിലിരുന്നതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ उनके जीवन में जो कुछ भी था सब नष्ट होने के समय ഇതുവരെയും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചവർ പോലും अभी तक जो साथ में करके बोला वो लोग भी അവനെ വിട്ടുമാറി. उनको छोड़ के चले गए, അവനെ വിട്ടുമാറി, उनको छोड़ के चले गए, അവനിൽ നിന്നും ദൂരെ പോയി. उनसे दूर हो गए। കാരണം എന്താ? कि कारण क्या है? അവൻ ഇതുവരെയും എല്ലാം ഉണ്ടെന്ന് ചിന്തിച്ചവനാ क्योंकि सब कुछ है करके सोचा हुआ व्यक्ति है, ഇപ്പോഴിത് ഒന്നുമില്ലാത്തവനായി തീർന്നിരിക്കും. कुछ नहीं है करके हो गया। ഇയ്യോബ് ഒരിക്കൽ ഇങ്ങനെ പറയാൻ ഇട വന്നു. अय्यूब ने ऐसे एक बार कहा था, ഇയ്യോബിന്റെ 12-ാം അധ്യായം अय्यूब का 12 अध्याय അതിന്റെ 4-ാം വാക്യത്തിൽ ഇയ്യോബ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, 104 में ऐसा अय्यूब कहता है, ദൈവത്തെ വിളിച്ച് ഉത്തരം ലഭിച്ച ഞാൻ എന്റെ സഹിക്ക് പരിഹാസ വിഷയമായി തീർന്നു, നീതിമാനും നിഷ്കളങ്കനുമായവൻ തന്നെ പരിഹാസ വിഷയമായി തീർന്നു. वचन से कहता है कि मैं ईश्वर से प्रार्थना करता था और वह मेरी सुन लिया करता था, परंतु अब मेरे पड़ोसी मुझ पर हंसते हैं, जो धर्मी और खरा मनुष्य है वह हंसी का कारण हो गया है। ആമേൻ. ഇങ്ങോട്ട് നോക്കിയേ, ഇയ്യോബ് വിളിച്ചു പറയുക, ഞാൻ ദൈവത്തെ വിളിച്ച് ഉത്തരം പ്രാപിച്ച വ്യക്തിയാ. तो वहां पे हम देखते हैं कि वो अय्यूब कहते हैं कि मैं जो है प्रार्थना किया और वो जो उसका जवाब मिला हुआ व्यक्ति है। ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് മറുപടി നൽകി. मैंने परमेश्वर से प्रार्थना की, परमेश्वर ने जवाब दिया है। പക്ഷെ ഇപ്പോൾ, परंतु अभी, എന്നാൽ ഈ സമയത്ത് तो इस समय में ഞാനിപ്പോ ഒരു പരിഹാസ വിഷയമായി मैं മാറിയിരിക്കുക. जो है अभी दूसरों के लिए एक जो मजाक बन गया है। കാരണം എന്താ? कारण क्या है? ആമേൻ. ഞാൻ നീതിമാനും നിഷ്കളങ്കവനുമായവൻ തന്നെ. मैं जो है धर्मी और जो है निष्कलंक ही हूँ। അതെ, ഞാൻ നീതിമാനായിരുന്ന വ്യക്തിയാ. मैं जो है एकदम धर्मी व्यक्ति था, പക്ഷെ ഞാനിപ്പോ ഒരു പരിഹാസമായി തീർന്നിരിക്കുക. परंतु मैं अभी जो है वो जो है मजाक वाला बन गया। ഈ മകന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നപ്പോൾ അവൻ എല്ലാവർക്കും അഭിമാനിയായിരുന്നു. वो इस बेटे के हाथ में जो पैसा होने के समय सबके लिए वो अभिमान था, ഇപ്പൊ കരം ശൂന്യമായപ്പോൾ അവനൊരു പരിഹാസമായി തീർന്നു. परंतु अभी जब हाथ खाली हो गया है तो वो जो अभी शून्य हो गया। ഇപ്പൊ അവനെ കാണുന്നവരെല്ലാം പരിഹസിക്കുക. अभी उनको देखने वाले सब कुछ जो उन पे मजाक उड़ाते हैं, അവനെ കാണുന്നവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോവുക. उनको देखने वाले सभी लोग उनको देखकर भाग जाते हैं। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവഭക്തൻ പറഞ്ഞതുപോലെ കണ്ടും കാണാതെയും പോകുന്നവർ. जैसे परमेश्वर का दास कहता है कि देख के नहीं देखा वो लोग, ആ പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ നാളുകൾ കൂടെ നിന്നവർ, तो पिछले दिनों मेरे साथ रहे लोग, എല്ലാം പ്രാപിച്ചവർ सब कुछ प्राप्त किया वो लोग, ഇന്ന് കണ്ടിട്ട് ഇതാ കാണാതെ പോവുക. आज जो है देख कर नहीं देखकर जा रहे हैं। അവന് മനസ്സിലായി ഇനി ഇങ്ങനെ ജീവിക്കാൻ കഴിയത്തില്ല. उनको समझ में है कि अभी ऐसे जी नहीं सकते। അവൻ പലരെയും ആശ്രയിച്ചു നോക്കി, वो दूसरे पे जो आश्रय किया, പലയിടത്തും പോയി പല വാതിലുകളും മുട്ടി. बहुत सी जगह में जाके इसने जो है खटखटाया है। അവന്റെ വീട്ടിൽ അനേകർ വന്ന് മുട്ടി വിളിച്ച് ഉപജീവനം കഴിക്കുമ്പോൾ जो बहुत जन जो है वहां पर आके जो खाना खाए समय അവന്റെ വീട്ടിൽ നിന്നും അവർക്ക് ആവശ്യമാകുന്നെല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ घर से सब कुछ मिलने के समय അവൻ ഇതാ മറ്റുള്ളവരുടെ വാതിലിൽ മുട്ടുന്നു. तो वो अभी दूसरों के जो है द्वार पर खटखटा रहा है, മറ്റുള്ളവരുടെ വാതിൽ പടിയിൽ ചെന്ന് മുട്ടുന്നു. दूसरों के जो है दरवाजे पे खटखटा रहा है। എന്തിനാന്നറിയാമോ? क्यों पता है? എന്റെ വയറ് വിശപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. जो है मुझे भूख जो मैं सह नहीं पा रहा हूँ, എന്റെ വിശപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. मुझे भूख सहन नहीं हो रहा है। എന്റെ വയർ എന്നോട് പറയുക मेरे पेट मुझसे कहता है ഭക്ഷണം തായെന്ന്. जो है भोजन देकर, പക്ഷെ എനിക്കിപ്പോ ആമേൻ കഴിയുന്നില്ല. परंतु मैं नहीं कर पा रहा। അതുകൊണ്ട് അവൻ ഓരോ വീട്ടിലും ചെന്ന് പറയുന്നത്, इसलिए वो हर एक घर जाके बोलता है എനിക്ക് ശമ്പളം വേണ്ട, मुझे जो पगार मत ഞാൻ दो, എന്ത് ജോലിയും ചെയ്യാം, मैं कुछ भी काम करने तैयार हूँ, പക്ഷെ എനിക്ക് ഭക്ഷണം മാത്രം മതി. परंतु मुझे सिर्फ भोजन देना। എന്റെ വിശപ്പ് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. जो है मेरा जो भूख है मैं सह नहीं पा रहा हूँ। അവൻ പല ഭവനങ്ങളിലും മുട്ടി വിളിച്ചു. कहीं जो है भवनों में जाके उसने कटकटाया, ആരും അവനെ ശ്രദ്ധിച്ചില്ല. कोई भी उसे ध्यान नहीं दिया। എന്നാൽ ഒരു व्यक्തി അവനോട് പറഞ്ഞു, तो एक व्यक्ति ने उनसे कहा ഞാൻ നിനക്കൊരു ജോലി തരാം. तुम्हें जो है काम देता हूँ। അത് പ്രൈസലോട് ആരും ചെയ്യാത്തൊരു ജോലിയാണ്. कोई भी काम नहीं करता, അതുകൊണ്ട് ആ ജോലി നിനക്ക് തരാം. इसलिए वो काम तुम्हें देता हूँ। അവിടെയും അവന് ഭക്ഷണം ലഭിച്ചില്ല. अभी भी उसे भोजन नहीं അവൻ ആഗ്രഹിച്ചത് ലഭിച്ചില്ല. मिला, जो आगे क्या नहीं मिला। ഒരിക്കൽ അവൻ സകലത്തെയും ത്യജിച്ചവനാ. एक बार से सब कुछ छोड़ दिया था ആമേൻ. ഇന്ന് അതിലേക്ക് വേണ്ടി അവൻ അലയുകയാണ്. और आज वो उसके लिए ही जो है भाग रहा है। നിനക്ക് അവസരം ലഭിച്ചപ്പോൾ നീ അത് ഉപേക്ഷിച്ചതെങ്കിൽ जब अवसर मिलने के समय तुमने उसे जो है छोड़ दिया था, ഇന്ന് നീ അതിലേക്ക് വേണ്ടി തന്നെ അലയുന്ന ഒരവസ്ഥ. आज तुम उसके लिए जो भागने वाला अवस्था, അവൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല. वो कभी ऐसे सोचा नहीं। ഈ അവസ്ഥ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന അവൻ ये ചിന്തിച്ചില്ല. अवस्था मेरी जिंदगी में आकर के सोचा नहीं। പക്ഷേ ഒരു ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ तो कुछ दिन होने के बाद അവൻ ഒരു കാര്യം മനസ്സിലായി, वो एक बात उनको पहचान ഞാൻ ഇനിയും ഇങ്ങനെ ഇരിക്കുവാനുള്ളതല്ല. मैं ऐसा अभी नहीं रह सकता हूँ, ഞാൻ ഇങ്ങനെ മുന്നോട്ട് എനിക്ക് പോകാൻ കഴിയത്തില്ല. मैं आगे ऐसे नहीं जा सकता हूँ। പന്നി പോലും അതിന്റെ ആഹാരം എനിക്ക് തരുന്നില്ല.
जो जो वो शुअर था वो भी अपना जो है भोजन नहीं दे रहा है। അവൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും എനിക്കൊന്നും തരുന്നില്ല. ये दुनिया में कोई व्यक्ति मुझे कुछ नहीं दे रहा है। ഇനി എനിക്ക് ഒരൊറ്റ വഴിയേ ഉള്ളൂ. अभी सिर्फ एक ही रास्ता है, എന്റെ പാപം ഏറ്റുപറയുക, मेरा पाप जो है बताना, എന്റെ കുറ്റം ഏറ്റുപറയുക, मेरे जो मेरा जो भी मुश्किल जो गलत है वो बताना है, ഞാൻ ചെയ്ത തെറ്റെന്തെന്ന് ഞാൻ ഏറ്റുപറയുക. मैंने जो गलत किया वो बताना है। ആ തെറ്റ് ഏറ്റുപറഞ്ഞാൽ वो गलत जब तुम बताते हो ചിലപ്പോൾ എനിക്ക് ക്ഷമ ലഭിക്കും. तो शायद तुम्हें जो है क्षमा मिलेगा। അവൻ അവിടെ ഇരുന്നിട്ട് ഒരു തീരുമാനമെടുത്തു. वो वहां पर बैठ के एक जो है उसने निर्णय लिया, ഞാൻ എന്റെ അപ്പന്റെ അടുക്കിലേക്ക് मैं പോകും. मेरे पिता के पास जाऊंगा, എന്റെ അപ്പൻ എന്നെ ഒരിക്കലും मेरे ഉപേക്ഷിക്കത്തില്ല. पिता मुझे कभी नहीं छोड़ेंगे। അവൻ എന്തുകൊണ്ട് അത്ര ഉറപ്പ് ലഭിച്ചെന്നറിയാമോ? ना वो निर्णय में लिया पता है। അനേകർ അപ്പന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുന്നു. कई लोग जो है पिता के घर में क्यों ले रहे हैं, അനേകർ ആമേൻ ആ വീട്ടിൽ വന്ന് അവരുടെ ആവശ്യം പറയുമ്പോൾ നിറവേറ്റി കൊടുക്കുന്നു. कई जन जो है वो आने के समय उसका आयुष्य जो है दूर करता है, അതുകൊണ്ട് അവനൊരു തീരുമാനമെടുത്തു. इसलिए उसने निर्णय लिया है ഇനി പോകുന്നത് അപ്പന്റെ മകനായിട്ടല്ല, मैं भी जाऊंगा जो पिता के बच्चे से नहीं, ആമേൻ അവിടെ ഒരു വേലക്കാരനായിട്ട്. परंतु वहां पर एक नौकर के समान, കാരണം അവിടെ ജോലി ചെയ്ത ഭക്ഷണം ലഭിക്കും. क्योंकि वहां पे अगर जो काम करेगा तो जो है भोजन मिलेगा, അപ്പന്റെ അടുക്കൽ പോയാൽ ഭക്ഷണം ലഭിക്കും, पिता के पास जाएगा तो भोजन मिलेगा, ശമ്പളവും കിട്ടും, जो है पगार मिलेगा, ആവശ്യമുള്ളതെല്ലാം കിട്ടുമെന്ന് അവൻ അറിയാം. जो चाहिए वो सब मिलेगा करके उनको पता है। അപ്പൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. जो है पिता कभी नहीं छोड़ेगा, ആര് വന്ന് യാചിച്ചാലും ഉപേക്ഷിക്കാത്ത അപ്പനെ അവൻ അറിയാം. कोई भी आके याचना करेगा तो नहीं, जो है नहीं छोड़ने वाला पता है घर। അവൻ ആരെങ്കിലും വരുമ്പോൾ സ്വീകരിക്കാത്ത അപ്പനാണെങ്കിൽ അവൻ പോകത്തില്ലായിരുന്നു. अगर कोई भी आएगा तो स्वीकार नहीं करने वाला होता पिता होता तो नहीं जाता। അവൻ അറിയാം എന്റെ അപ്പൻ അവരെ സ്വീകരിക്കും. उनको पता है कि पिता जो है उस व्यक्ति को चुनता है, അങ്ങനെയാണെങ്കിൽ എന്നെ സ്വീകരിക്കും. तो ऐसा तो मुझे भी स्वीकार അവനൊരു ഉറപ്പുണ്ട്. उनके पास एक जो ആ ഉറപ്പോട് കൂടെയാണ് അവൻ എഴുന്നേറ്റത്. और उसके द्वारा ही उसको खड़े हो गया। അവൻ ഇരുന്ന ഇടത്തിരുന്ന് തീരുമാനമെടുത്തപ്പോൾ वो अपनी जगह बैठ कर निर्णय लेने के समय വീട്ടിലിരുന്ന അപ്പൻ അത് ക്ഷമിച്ചു. जो घर में बैठ के जो पिता ने वो क्षमा किया, വീട്ടിലിരുന്ന അപ്പൻ അത് മനസ്സിലായി. जो है घर में बैठा पिता को समझ में आया। അവൻ ഈ മകൻ അപ്പന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ये बेटा जब पिता के पास आने के समय വചനം പറയുന്നത് वचन कहता है, അപ്പൻ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചത്. पिता जो भाग के आके उनको पकड़ा है, ആമേൻ. അവൻ ഓടി വന്ന് അവനെ ആമേൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. वो जो है भाग कर आके जो है चुंबन किया। നോക്കിയേ, അവൻ മനസ്സിൽ ഏറ്റു പറഞ്ഞത് പിതാവ് കേട്ടു. सोच के देखिए जो उसने मन में बोला उसके पिता ने सुना। ദാവീദ് പറയുന്നു, ഞാൻ പറയുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്റെ പാപം ക്ഷമിച്ചു. दावीद कहता है कि मैं बोलूंगा करके बोलने के समय परमेश्वर मेरी प्रार्थना सुनता है। ഞാൻ പറയുമ്പോൾ തന്നെ ദൈവം അത് ക്ഷമിച്ചു. मैं बोलने के समय जो परमेश्वर ने जो है क्षमा दी। ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ടല്ല, पिता के पास जाके बोल के नहीं, ഞാൻ ഇരുന്ന ഇടത്തിരുന്ന് തീരുമാനമെടുത്തപ്പോൾ. मैं जहाँ बैठा था वही बैठ के निर्णय लेने का। അതാണ് നമ്മൾ കണ്ടത്. ദാവീദ് നാഥാനോട് പറയുന്നു, वही हमने देखा थी, दावीद नातान से कहता है, ഞാൻ പാപം ചെയ്തു, मैंने पाप किया है, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു. परमेश्वर से पाप किया है। നാഥാൻ പറയുക, नातान कहता है, നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു. मेरा पाप जो है क्षमा हो गया, നിന്റെ പാപത്തിനെല്ലാം ക്ഷമ വന്നു കഴിഞ്ഞു. मेरे पाप की क्षमा मिल गया, നീ മരിക്കത്തില്ല, तुम मरेगा नहीं, നീ പേടിക്കണ്ട. तुम डरना नहीं। നീ ചെയ്ത വലിയ തെറ്റാണെങ്കിലും तुम अगर जो है चाहे सबसे बड़ा पाप किया, നീ ഏറ്റു പറഞ്ഞതുകൊണ്ട്, अगर तुमने कबूल किया है, നീ അത് ഉപേക്ഷിച്ചതുകൊണ്ട് तुमने उसको जो है छोड़ दिया है, ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കും. परमेश्वर तुम्हें क्षमा देंगे। ഇന്ന് പകൽക്കാലം ഏറ്റു പറയാൻ തയ്യാറാണ്? और सुबह के समय क्या तुम कबूल करें तैयार? നാം പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? हम प्रार्थना करें तैयार हैं। നാം നമ്മുടെ കുറവുകൾ മറ്റുള്ളവരുടെ മേലിടാതെ हम हमारे जो कमी कर दूसरे पे नहीं डालते हुए, നമ്മുടെ കുറവുകളെ നമുക്ക് ദൈവത്തോട് ഏറ്റു പറയാം. हमारे जो कमी घटी है तो परमेश्वर से कहते हैं, നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റു പറയാം. तो हमारे जो पाप जो परमेश्वर से कहते हैं, അങ്ങനെ തെറ്റ് പറ്റിപ്പോയെന്ന് ഏറ്റു പറയാം. गलती हुआ है करके बोलते हैं। പ്രിയമുള്ളവരെ, തെറ്റ് പറ്റിയെന്ന് ഏറ്റു പറയുമ്പോൾ तो ये लोग जो है गलती हुआ करके बोलने के समय ഓടി വന്ന് ക്ഷമിക്കുന്ന ദൈവം तो जो है तुरंत आके जो क्षमा देने वाला परमेश्वर, നമ്മെ മാറോട് ചേർത്തണയ്ക്കുന്ന ദൈവം. हमें जो है अपने जो है साथ रखने वाला व्यक्ति। ആ മകൻ വന്ന് പറഞ്ഞപ്പോൾ बेटा बोलने के समय അവന് മുഴുവനും പറയാൻ സമ്മതിച്ചില്ല. पूरा बोलने के लिए उनको अनुमति नहीं मिला, കാരണം അതിനു മുമ്പ് തന്നെ അപ്പൻ തന്റെ പ്രവൃത്തി ആരംഭിച്ചു. कि उससे पहले ही जो है पिता अपना काम करना शुरू किया। അവൻ ചോദിച്ചത് ഒരു ജോലിക്കാരനാണ്. उसने जो है पूछा एक कार्यकर्ता होके, ആ അപ്പൻ അവനെ അധികാരിയാക്കി മാറ്റി. तो पिता ने उसको अधिकारी बना दिया। ഇന്ന് പകൽക്കാലം നാം ഏറ്റു പറയാൻ आज തയ്യാറായിക്കണം. सुबह के समय अगर हम कबूल करने तैयार है, ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കാൻ के തയ്യാറായിക്കണം. चरणों में अपने आप को जो है समर्पण करने तैयार है, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി തരുവാൻ ദൈവം സർവശക്തനാണ്. तो नष्ट होना जो कुछ भी है उसे वापस लेने के लिए परमेश्वर सर्वशक्तिमान, എന്തെല്ലാം ജീവിതത്തിൽ നഷ്ടമായി തീർന്നോ जो कुछ भी जीवन में नष्ट हो गया है, അതെല്ലാം ഇരട്ടി പങ്കായി മടക്കി തരുവാൻ ദൈവം सब സർവശക്തൻ. कुछ दुगना जो है होगा हमें सहायता की। ഇങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. वैसे है तो जो है आइए परमेश्वर के चरणों में आए, നമുക്ക് ഏറ്റു പറയാം. हम कबूल करें, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. हम आंखों को बंद करें, ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് സംസാരിക്കാം. हम 1 मिनट परमेश्वर से प्रार्थना करें। കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചത്, पिछले दिनों में जो हुआ था, കർത്താവെ തെറ്റു പറ്റിപ്പോയി, पिता जो है गलत हो गया,
തെറ്റ് പറ്റിപ്പോയി. गलती हो गया, ഇന്ന് പകൽക്കാലം ഏറ്റു പറയാമോ? आज सुबह के समय कबूल करने तैयार हो, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? वो पिता से प्रार्थना करने तैयार हो। ഒരു വാക്ക് നമുക്ക് തുറന്ന് പറയാൻ കഴിയുന്നുണ്ടോ? एक बार भी तुम बोल पा रहे हैं क्या? അപ്പാ തെറ്റ് പറ്റിപ്പോയി. पिता वो गलत हो गया, ഇന്ന് പകൽക്കാലം ഞാനിതാ സമർപ്പിക്കുന്നു. आज सुबह के समय समर्पण करते हो। നിന്റെ മകൻ എന്നുള്ള വിളിക്ക് യോഗ്യനല്ലെന്നാണ് ആ മകൻ പറഞ്ഞത്. जो वो है तुम्हारे यहाँ पे रहने के लिए भी योग्य नहीं करके बेटे ने कहा, എന്നാൽ അപ്പൻ പറയുന്നു നീ എന്റെ മകനാ. उनके पिता कहते हैं कि तुम मेरा पुत्र है। നിന്റെ സ്ഥാനം വിട്ട് നീ പോയെങ്കിലും, तुम्हारा स्थान छोड़ के गया है तो भी, നിന്റെ അധികാരം വിട്ട് നീ പോയെങ്കിലും, तुम्हारा अधिकार होके तुम गया है तो भी, നിന്റെ സ്ഥാനം ഇപ്പോഴും അവിടെ തന്നെയാ. वो जो है तुम्हारा स्थान अभी वैसे ही है। നിന്റെ സ്ഥാനം ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. मैंने वो स्थान तुमने हटाया नहीं है। നീ ഇന്ന് ചിന്തിക്കുന്നു നീ അതിന് യോഗ്യനല്ല. तुम सोचते हो कि तुम उसके योग्य नहीं हो, പക്ഷെ ഞാൻ इന്ന് നിന്നെ അതിനെ യോഗ്യനാക്കി തീർക്കുക. परंतु मैं उसके तुम्हें योग्य बना रहा हूँ। ഏതെല്ലാം കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയോ बातें तुम्हें नष्ट हो गया है, അതെല്ലാം ഇന്ന് നീ പ്രാപിക്കാൻ യോഗ്യനായി. आज प्राप्त करने के लिए योग्य होने वाला, കാരണം നീ മടങ്ങി വന്നു. कि तुम वापस आए, കാരണം നീ പശ്ചാത്തപിച്ചു. कि तुमने पश्चाताप किया, നിന്റെ തെറ്റുകളെ നീ മനസ്സിലാക്കി. तुम्हें जो है अपनी जो गलतियां है उसको समझा है, നീ അത് ഏറ്റുപറഞ്ഞു. तुमने उसको कबूल किया है। അതുകൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇതാ മടക്കി തരും. इसलिए जो तुमने जो नष्ट किया वो तुम्हें वापस दे। മറ്റുള്ളവരെ കണ്ട് അത്ഭുതപ്പെട്ട് നിന്നു വരാം. दूसरे बोल के जो है अद्भुत होते होंगे, ജ്യേഷ്ഠന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. शायद बड़ा भाई को पसंद नहीं आया होगा, കൂടെ ഉള്ളവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. दूसरे जो है तुम्हारे साथ रहने वाले लोगों को पसंद नहीं आया होगा, അവരുടെ മധ്യ തന്നെ മാനിക്കുവാൻ ദൈവശക്തനാണ്. उनके सामने ही, उनके बीच में ही तुम्हें जो है करने के लिए विश्वस्त है। മറ്റുള്ളവരുടെ മുമ്പ് തന്നെ നിന്നെ ഉയർത്തുവാൻ ദൈവശക്തനാണ്. दूसरों के सामने तुम्हें उठाने के लिए परमेश्वर विश्वस्त है। നീ ഒന്നുമില്ല എന്ന് പറഞ്ഞവൻ, तुम कुछ भी नहीं है करके बोला हो, നീ ഇതോടെ തീർന്നെന്ന് പറഞ്ഞവൻ, तुम इससे खत्म हो गया करके बोला हो, ഇനി നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞവൻ, अभी तुम नहीं बचे करके बोला हो, ഇനി നീ മുന്നേറരുതെന്ന് ആഗ്രഹിച്ചവൻ, अभी तुम आगे नहीं बढ़े करके बोला हो, നിന്നെ പുറന്തള്ളിയവൻ, जो तुमने जो है तुम्हें पीछे छोड़ दिया है, അവർ തന്നെ അവർ കാണെ അവരുടെ മുമ്പ് അനുഗ്രഹിക്കുന്ന ദൈവം. वो देख कर उनके सामने अनुग्रह करने वाला परमेश्वर। ഇന്ന് പകൽക്കാലം ഏറ്റു പറയാമോ? तो आज सुबह समय बोलने तैयार हो, ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? परमेश्वर के समर्पण करने तैयार हो, അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. जैसे हम प्रार्थना करते हैं। സ്വർഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, हमें स्वर्गीय पिता अच्छा परमेश्वर, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. अच्छे समय का धन्यवाद देते हैं। ഇന്ന് പകൽക്കാലം सुबह के समय ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വരാൻ കൃപ ചെയ്തതിനായി സ്തോത്രം. एक साथ आपके जो चरणों में आने सहायता की धन्यवाद देते हैं। അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. आपने हमें हमसे बात किया, वचन की धन्यवाद देते हैं। ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, प्रार्थना सुने धन्यवाद, ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവം, उत्तर दिया पर ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം, हमें अनुग्रह करने ആ वाले ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കും. परमेश्वर के चरणों में हम समर्पण करें। ഞങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്. हमारे जीवन में बहुत से जो है मुश्किल हुआ है, ഇന്ന് പകൽക്കാലം അത് ഏറ്റുപറയുന്നു. परंतु आज हम जो है उसको कबूल करते हैं। ആമേൻ. ഈ നാളുകളിൽ इन दिनों में പിന്നെയും ദൈവസന്നിധി നിലനിൽക്കുവാൻ वापस परमेश्वर के चरणों में ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണം. हमें जो है तैयार कीजिएगा, ഞങ്ങളെ ബലപ്പെടുത്തണം. हमें बल दीजिएगा। ഇന്ന് പകൽക്കാലം അങ്ങ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. आज सुबह के समय अनुग्रह की धन्यवाद देते हैं। കർത്താവേ, പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. प्रिय लोगों, सभी लोगों को याद करके हम प्रार्थना करते हैं। ആമേൻ. വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. वचन सुनाओ, सभी लोग को अनुग्रह की प्रार्थना करते हैं। കർത്താവ് ബലപ്പെടുത്തിയാട്ടെ, परमेश्वर बल देते हैं, ശക്തീകരിച്ചാട്ടെ, शक्ति दी, കൃപയിൽ കാത്തുകൊള്ളും. अनुग्रह चलाई, ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. हमें बल दे, इसके धन्यवाद देते हैं। ഇത്രത്തോളം മാനിച്ച് അനുഗ്രഹിച്ചതിനായി സ്തോത്രം. इतना मानने से धन्यवाद देते हैं। തുടർന്ന് അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. तो आगे वक्त चरण में देते हैं। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. प्रार्थना से धन्यवाद, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ. यीशु मसीह का अधिकार भरा हुआ नाम से, ആമേൻ. आमीन। ആമേൻ. താങ്ക് യു.